ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് നമ്മൾ ഋഷികേശിലെത്തി എന്നുള്ള കാര്യം. ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ റിസോർട്ടിലോട്ട് ഞങ്ങൾ പതുക്കെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ റിസോർട്ട് ഇരിക്കുന്നത് വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. ഈ ലഗേജൊക്കെ എടുത്തുകൊണ്ട് കയറാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷേ വർത്തായിരുന്നു. ആ ഒരു വ്യൂവും പിന്നെ ഈ പറയുന്ന ആ ഒരു റിസോർട്ട് ഇരിക്കുന്ന സ്ഥലത്തുള്ള ആംബിയൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ. അടുത്ത കാലത്ത് കണ്ടിൽ വെച്ച് ഏറ്റവും നല്ല മോർണിംഗ് ആയിരുന്നു അത്. അതിനുശേഷം ഞങ്ങൾ പ്രോപ്പർട്ടിയൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലെ മെയിൻ ആളാണ്, നമ്മളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ഒരാളാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ത്രൂ ഔട്ട് നമ്മളിവിടെ നിൽക്കുന്ന സമയത്തെല്ലാം നമ്മുടെ അടുത്ത് എല്ലാം ഓടി വരുമായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയ റൂമിലിരുന്നിട്ട് തമ്മി ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുകയും അങ്ങനെ വേണ്ട ബഹളമായിരുന്നു. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു പെബിൾ ബീച്ച് കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. അടിപൊളിയായിരുന്നു, അത് ഞാൻ കാണിക്കാം. ദേ ഈ കാണുന്ന കുന്നിൻ്റെ മുകളിലാട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഫ്രണ്ട്സൊക്കെ പതുക്കെ ഞങ്ങളുടെ ബാക്കിലൂടെ നടന്ന് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ആദ്യം ഇറങ്ങി. ഈ ഏരിയയൊക്കെ ഭയങ്കര, എങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, അത്രയും ഭംഗിയാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ബ്യാസി എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. അതായത് അങ്ങനെയുള്ളൊരു സ്പേസാണിത്. ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്, നമുക്ക് അവിടെ നിന്ന് വരാൻ തോന്നത്തില്ല. ഇതെൻ്റെ മുകളിലുള്ളൊരു ബ്രിഡ്ജ് പോലെയാണ്. നമുക്ക് ലൈക്ക് നടന്ന് നമുക്ക് അപ്പുറത്തെ വശത്തോട്ട് ഇറങ്ങി നമുക്ക് ആ ഒരു ഏരിയയിൽ പോയി നമുക്ക് നിൽക്കാം. ഒട്ടും ആളില്ല, ആളെന്ന് പറയുന്നൊരു സംഭവം ഇല്ല. അപ്പം നമുക്ക് പ്രൈവറ്റായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആളുകളൊന്നും ഇല്ലാത്തത് കാരണം എനിക്ക് പറയാൻ പറ്റുന്നില്ല ഗൈസ്, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ഭയങ്കര ഒരു അൺറിയൽ ആണല്ലോ നമുക്ക് തോന്നിപ്പോൾ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഞങ്ങൾ നല്ലപോലെ ഇരട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് അത്രയും നേരം ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്ത് കുറേ നേരം പിക്ചേഴ്സൊക്കെ എടുത്തു. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. നമ്മളവിടെ അത്രയും നേരം നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു. ഈവൻ ദോ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡൽഹി ആണെങ്കിലും ഞങ്ങൾ ഡൽഹിയിൽ ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഋഷികേശാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞങ്ങൾ ഇവിടെ വെച്ചൊന്ന് നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഞങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ്ലി ടീം ലിയോ സ്പോൺസേർഡ് ആണ്. എനിക്ക് ഈ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ ലിയോ ടീമിനോട് വളരെയധികം താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പാട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് മീറ്റിംഗ് തൊട്ട് നമ്മുടെ ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ്ലി സക്സസ് ആയിട്ട് ഇപ്പോൾ അത് എൻഡ് ചെയ്യാനുള്ള ആ ഒരു റീസൺ അവർ തന്നെയാണ്. പിന്നെ മെയിനായിട്ട് താങ്ക്സ് പറയേണ്ട കുറച്ച് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അവിനാശേട്ടനാണ്. ത്രൂ ഔട്ട് ദ ട്രിപ്പ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൂടെ നിന്ന് ചെയ്തു തന്ന ഒരാൾ അവിനാശേട്ടനാണ്. അതുപോലെ തന്നെ കാർത്തികണ്ണൻ, പുള്ളി ഞങ്ങളുടെ ഗൈഡല്ല, പക്ഷേ എങ്കിൽ പോലും ട്രെയിനിൽ വേറൊരു ടീമിനെയും കൊണ്ട് വന്നതാണെങ്കിൽ പോലും കാർത്തികണ്ണൻ ഞങ്ങളുടെ കൂടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ഓക്കെ ആണോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എല്ലാം വന്ന് അന്വേഷിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഋഷികേശിൽ വെച്ചും അതുപോലെ ഡൽഹിയിലൊക്കെ വെച്ചും ഞങ്ങൾ പലവട്ടത്തായിട്ട് കാർത്തികണ്ണനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും താങ്ക്സ് പറയാതെ ഒരിക്കലും ഈ ട്രിപ്പ് പൂർത്തിയാവില്ല. താങ്ക് യു സോ മച്ച് അവർക്ക് രണ്ടുപേർക്കും. പിന്നെ ലിയോ ടീമിനോടും ഇത്രയും സേഫായിട്ട് ഞങ്ങൾ ഇത്രയും പേര് പോയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് അതിൻ്റെ റീസൺ. താങ്ക് യു സോ മച്ച് ഗൈസ്.
അപ്പോഴേക്കും കമ്പിത്തിരി എത്തി തീരും. എല്ലാവർക്കും ലൈറ്റർ കൊടുക്കാൻ പറ്റില്ലല്ലോ. ലൈറ്റർ രണ്ടെണ്ണം വെച്ചോണ്ടോ എല്ലാവർക്കും? കൈപൊളിക്കരുത്, കൈപൊളിക്കരുത്. പൊക്കിപ്പിടി, പൊക്കിപ്പിടി, പൊക്കിപ്പിടി. കത്തിയേരി, കത്തിയേരി, കത്തിയേരി. പേടിക്കണ്ട. ഓ അതിപ്പോ അവിടെയെല്ലാം പിന്നെ രാത്രി ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്തെടുക്കുമായിരുന്നു. നമ്മൾ തന്നെ ബാർബിക്യൂ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്ത് കഴിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ രാത്രി ഒരുപാട് നേരം കാര്യമൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു. ലേറ്റായിട്ടാണ് കിടന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾക്ക് റാഫ്റ്റിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബഞ്ചി ജമ്പിങ് പരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കിടക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫുൾ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഭയങ്കര അടിപൊളി നൈറ്റായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ ബഞ്ചി ജമ്പിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഋഷികേശിൽ തന്നെ സേഫസ്റ്റ് ആയിട്ടുള്ള ബഞ്ചി ജമ്പിങ് സ്പോട്ടാണിത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ബഞ്ചി ജമ്പിങ്ങിന് വേണ്ടി പോകുന്നുണ്ടായിരുന്നു.
അതെന്ത് താഴോട്ട് വരാത്ത പറഞ്ഞ് എപ്പടി നേരെ കൊണ്ടിട്ടോ അത് ഞങ്ങളുടെ ഭയങ്കര പെട്ടെന്നായിരുന്നു ഇവന്റെ വേറെ നൈസായിരുന്നു പക്ഷേ മാത്യുവിന്റെ നമ്മൾ ആദ്യം നമ്മളെ ആട്ടിയോ അത് ഞങ്ങൾക്ക് അറിയാത്തയാണോ ഞങ്ങൾ ആട്ടിയോ നമ്മൾ ആദ്യമേ കൊണ്ടായിരുന്നു മുക്കി ഒറ്റയ്ക്ക് കയറ്റൂലെന്ന് പറഞ്ഞു भाई अश्विन भाई आप आगे के लिए बैठ जाओ प्लीज ओके लुक एट कैमरा गाइस ओके आप जिस रिवर में राफ्टिंग कर रहे हो आपको इस रिवर का नाम पता है नहीं गंगा रिवर ओके तो पैडल चीयर्स करेंगे एक बार पैडल चीयर्स पैडल सो वन टाइम लाउडली गंगा मैया की यूसेज जाए ओके गंगा मैया की ओके टीम नाउ फॉरवर्ड Okay, Timmy, stop! Stop. Okay, Tim, go forward! Forward! Forward, fast! Fast! Forward! Woo! Okay, Timmy, stop! Okay, look at. Hello, guys. So, कैसा लगा रैपिड? So, one time loudly, गंगा मैया की! गंगा मैया की! गंगा मैया की! Okay. Okay, look at camera. Hello. Okay, team, now forward. Okay, Timmy, stop. Okay, Tim, now forward. Fast. Forward, guys. अश्विन भाई हाथ फ्री कर दो, हैंड फ्री कर दो उनका. Okay, stop.
Up. Help me go. Forward, guys, forward. Fast. Guys, fast. Forward, fast. Let's take a seat, guys. Fast. Fast. Chile. Forward. Fast. Chile, forward. Faster. Fast. Legs. Fast. Fast, guys, fast! Forward. Okay, stop. Woo! Reverse. Okay, stop. Okay, go forward. एक पैडल आगे भैरा दिखा मेरे को पैडल सा ओ हाँ आगे fast guys fast okay stop okay back pedal reverse okay stop एक आ गया हाँ इट्स ओके उधर ही चले जाएंगे ओके गो फॉरवर्ड ऊपर वाला कहाँ गया फास्ट Okay, stop. Relax. थोड़ा बॉडी वेट जैकेट में छोड़ो रिलैक्स बॉडी वेट जैकेट में छोड़ो रिलैक्स ओके जंप टर्न हैंड फ्री करो I don't know.
ओके आप दूर जाओ और दूर जाओ. Okay, stop. Okay, go forward. Team now forward. ऐसे. Bye. Jump. നീലാകാശം വലിവായി നീലേ മനസ്സിൻ മഴയിൽ അലയായി ഞാൻ ദൂരെ ഏതേതോ മേഘം പോലെ അലയുന്നു മോഹം തേടി ഇതാണ് ബായി. നമ്മുടെ ഡ്രാഫ്റ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിരുന്നത് പുള്ളിക്കാരനായിരുന്നു. നമ്മളിനി പോകുന്നത് ഗംഗ ആരതി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എക്സൈറ്റഡ് ആയിരുന്നു ഗംഗ ആരതി നേരിട്ട് കാണാൻ. ഗംഗ ആരതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഗംഗാപൂജ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ആരതിയൊക്കെ വെച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ എൻ്റെ വലിയൊരു വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഗംഗ ആരതി നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഋഷികേഷ് വ്ളോഗ് ഇവിടെ വെച്ച് കഴിയാണ് കേട്ടോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.